വിവിധ വർണ്ണങ്ങളിലും രൂപങ്ങളിലുമുള്ള 100ഓളം പട്ടങ്ങൾ വെള്ളന്നൂർ സങ്കേതത്തിലെ നീലാകാശത്ത് പാറിക്കളിച്ചപ്പോൾ അത് നാടിന് നവ്യാനുഭവമായി. ഡിസംബർ 27, 28, 29 തീയതികളിൽ ബേപ്പൂരിൽ നടക്കുന്ന രാജ്യാന്തര വാട്ടർ ഫെസ്റ്റ് സീസൺ 4നോടനുബന്ധിച്ചുള്ള പ്രീ ഈവൻ്റായ കൈറ്റ് ഫെസ്റ്റിനാണ് ചാത്തമംഗലം പഞ്ചായത്തിലെ പ്രകൃതി രമണീയമായ വെള്ളന്നൂർ സങ്കേതം സാക്ഷിയായത്. സമീപ പ്രദേശങ്ങളിലെ സ്കൂളുകളിലെയും കോളേജുകളിലെയും നിരവധി വിദ്യാർത്ഥികൾ പരിപാടിയിൽ എത്തുകയും പട്ടങ്ങൾ പറത്തി പരിപാടിയിൽ പങ്കാളികളാകുകയും ചെയ്തു. ചാത്തമംഗലം പഞ്ചായത്തിൻ്റെ സഹകരണത്തോടെ നടന്ന പരിപാടി PTA റഹീം MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓളിക്കൽ ഗഫൂർ അധ്യക്ഷത വഹിച്ചു. ടൂറിസം വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K. ഫൈസൽ സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും മറ്റു പ്രമുഖരും പരിപാടിയിൽ പങ്കെടുത്തു. അതിന്റെ 4ാമത്തെ എഡിഷനാണ് ഇപ്പോൾ നടക്കുന്നത്. അതിന്റെ പ്രചരണാർത്ഥം പലയിടങ്ങളിലായി ഇതുപോലുള്ള പരിപാടികൾ നടക്കാറുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു ഗ്രാമപ്രദേശത്തേക്ക് വരുന്നത്. അത് ചാത്തമംഗലത്ത് അത് വന്നു. ആ ബഹുമാനപ്പെട്ട മന്ത്രി ഉൾപ്പെടെ ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെ അത് താല്പര്യമെടുത്തുകൊണ്ടാണ് വളരെയധികം ആളുകളെ ആകർഷിക്കുന്ന ഈ ഒരു സ്ഥലത്ത് നടത്താൻ സാധിച്ചത്. ഏതായാലും ഇതിനെ സംഘടിപ്പിച്ച എല്ലാ ആളുകളെയും ആർദ്രമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് സങ്കേതം വെള്ളന്നൂർ പ്രദേശം ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറാൻ പോവുകയാണ്. അതിന്റെ ടൂറിസ്റ്റ് കേന്ദ്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രോജക്റ്റുകളൊക്കെ നമ്മൾ ബഹുമാനപ്പെട്ട MLAക്ക് സമർപ്പിച്ചിട്ടുണ്ട്, ടൂറിസം വകുപ്പിന് സമർപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ യാഥാർത്ഥ്യമാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ബേപ്പൂർ ഫെസ്റ്റിന്റെ ഭാഗമായി ഇങ്ങനെ ഒരു പരിപാടി നമ്മളോട് ചോദിച്ച സമയത്ത്, നമ്മുടെ പഞ്ചായത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച സമയത്ത് ഈ പ്രദേശം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തതാണ്. ഈ പരിപാടി ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്തിട്ടുള്ളത് നമ്മുടെ ടൂറിസം വകുപ്പിലെ എഞ്ചിനീയറായിട്ടുള്ള ഫൈസൽ അവരുകളെയാണ്. അവരെ ഞാൻ പ്രത്യേകമായി പഞ്ചായത്തിന് വേണ്ടി അഭിനന്ദിക്കുകയാണ്. അതേപോലെ ഈ പട്ടം വർദ്ധനയോട് എത്തിച്ചേർന്നിട്ടുള്ള അബ്ദുള്ളക്ക ഉൾപ്പെടെയുള്ള ആളുകളെ എല്ലാവരെയും ശാസ്ത്ര ക്യാമ്പസിൽ അഭിനന്ദിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രദേശം വലിയ രൂപത്തിലേക്ക് ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റുന്നതിന് വേണ്ടി എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുക. നല്ല സോഷ്യൽ മീഡിയ കവറേജ് ഒക്കെ എടുത്തിട്ട് നമുക്ക് ബേപ്പൂർ ഫെസ്റ്റിന് ഒന്ന് കാണിച്ചു കൊടുക്കാം. മാത്രമല്ല ഇനി മുതലുള്ള എല്ലാ ഇങ്ങനെയുള്ള ഇവന്റുകളും ഇവിടെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തണം. അതാണ് നമ്മുടെ ഉദ്ദേശം. ബാക്കി MLA പറഞ്ഞോളൂ.
പൂവാട്ടുപറമ്പ്. കൂടുതൽ വാർത്തകൾ ലഭിക്കാൻ സ്പോർട് മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സാപ്പിൽ ലഭിക്കാൻ സ്പോർട് മീഡിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക.